ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു താങ്ക്സ് കൂടെ പറഞ്ഞോട്ടെ. കാരണം ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഏകദേശം 1K പുറത്ത് വ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഗസ്റ്റിനെയും കൊണ്ട് കോവളത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം 5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ജടായു പാറ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ജടായു പാറ എത്തി അവിടെ നിന്ന് ഗസ്റ്റിനെയും ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പാർക്കിങ്ങിലേക്ക് വണ്ടിയും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് അവർക്ക് ടിക്കറ്റും എടുത്ത് കൊടുത്ത് കേബിൾ കാറിലും കയറ്റി വിട്ടിട്ടാണ് നേരെ വന്നത്. അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് തിരുവോണമാണ്, അതുകൊണ്ട് തിരുവോണ സദ്യ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചട്ടിമാവിലേക്ക് കൊണ്ടുപോയി. അവർ ഫുഡെല്ലാം കഴിച്ച് ഗസ്റ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ്. അങ്ങനെ അവരെയും കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്ത് എത്തിയായിരുന്നു. ഏകദേശം പെട്രോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു. നേരെ കോവളത്തേക്ക് ഏകദേശം നമ്മൾ കോവളത്തേക്ക് സാഗര ബീച്ച് റിസോർട്ടാണെന്ന് പറഞ്ഞല്ലോ. അവിടെ റിസപ്ഷനിലെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിക്കുള്ള പൂക്കളം ഉണ്ടായിരുന്നു. കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ഗസ്റ്റും കണ്ടിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗസ്റ്റിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഗസ്റ്റിനെ ചെക്കിങ് ചെയ്യിച്ചിട്ട് അവിടെ നിന്ന് പൂക്കളത്തേക്ക് 2-3 ഷോട്ട് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അവരുടെ ആ ഹോട്ടലിലെ വ്യൂ നല്ല സീ ഫേസിംഗ് ആണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വ്യൂ തന്നെ. ലൈറ്റ് ഹൗസൊക്കെ തന്നെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എല്ലാവരും ഈ വീഡിയോയും ഒത്തിരി പേര് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ്.